കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ നിന്നും പുറത്തു വന്നത് ഞെട്ടിക്കുന്ന കൈക്കൂലിയുടെ കണക്കുകൾ. ജീവനക്കാരെയും പൊതുപ്രവർത്തകരെയും ഞെട്ടിച്ച് അഴിമതിയുടെ കൂത്തരങ്ങായി താലൂക്ക് ഓഫീസ്. റവന്യൂ വകുപ്പ് അണ്ടർ സെക്രട്ടറിയോട് ലക്ഷങ്ങൾ കൈക്കൂലി ചോദിക്കാൻ യാതൊരു എളുപ്പമില്ലാത്ത അതേ ലക്ഷങ്ങൾ ശമ്പളമായി വാങ്ങുന്ന തഹസീൽദാർ. ഇതിനെല്ലാം ഒത്താശ നൽകുന്ന ഡെപ്യൂട്ടി തഹസീൽദാർ. തഹസീൽദാരുടെയും ഡെപ്യൂട്ടിയുടെയും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന രണ്ട് ഡ്രൈവർമാർ. ഒരു ഡ്രൈവറുടെ വണ്ടി വാടക കരാർ പ്രകാരം താലൂക്ക് ഓഫീസിൽ തന്നെ സജീവം. കഴിഞ്ഞ 3 മാസം കൊണ്ട് കൊട്ടാരക്കര താലൂക്ക് ഓഫീസും താലൂക്കിലെ ക്വാറികളും മണ്ണെടുപ്പ് കേന്ദ്രങ്ങളും പരിസ്ഥിതി ദുർബല മേഖലകളും വിറ്റ് തിന്നുന്ന വലിയ മാഫിയായി പ്രവർത്തിച്ചത് ഉന്നത ഉദ്യോഗസ്ഥനായ തഹസീൽദാർ തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ അഴിമതിയുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ ഭരണ സംവിധാനത്തിൻ്റെ എല്ലാ മേഖലകളെയും കാർന്നു തിന്നുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. 3 മാസം മുൻപ് മാത്രമാണ് പുറത്താക്കൽ നടപടി നേരിട്ട അജികുമാർ കൊട്ടാരക്കരയിലെത്തുന്നത്. ആദ്യ വികസന സമിതി യോഗത്തിൽ തന്നെ തനിക്ക് മണ്ണ് പാറ മാഫിയയുടെ ഭീഷണിയുണ്ടെന്നും ജീവന് പോലും നഷ്ടമുണ്ടാകുന്ന രീതിയിലുമാണ് നടപടികളെന്നും വരുത്തി എല്ലാവരെയും വഴിതെറ്റിക്കുന്ന രീതിയായിരുന്നു അജികുമാറിൻ്റേത്. പൊതുപരിപാടികളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും നേരിട്ട് വരാതിരിക്കാൻ ഇദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത് പൊതുപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും ഇടപെടലിലും ചോദ്യങ്ങളിൽ നിന്നും അഴിമതിക്കാരെ രക്ഷിച്ചിരുന്നു. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വാറികളുള്ള പ്രദേശമെന്ന നിലയിൽ കൊട്ടാരക്കരയെ ചാകരയാക്കിയായിരുന്നു തഹസീൽദാറും ഡെപ്യൂട്ടി തഹസീൽദാരും ഡ്രൈവർമാരായ 2 മനോജുമാരും ചേർന്ന സംഘം. അണ്ടർ സെക്രട്ടറി ആളുമാറി അന്വേഷണത്തിലെത്തണമെങ്കിൽ എത്രമാത്രം വലുതായിരുന്നു ഇവിടുത്തെ അഴിമതി എന്ന് വ്യക്തമാണ്. ഒരുപക്ഷെ പുറത്തു വരാത്തത് ഇതിലും വലുതായിരിക്കും. കുളക്കട സ്വദേശിയായ രാധാകൃഷ്ണപിള്ളയാണ് ഇഷ്ടിക കമ്പനിക്കുള്ള അഴിമതിക്കായി കൊട്ടാരക്കര തഹസീൽദാരെ സമീപിക്കുന്നത്. തൻ്റെ നാട്ടുകാരൻ തന്നെയായ താൽക്കാലിക ഡ്രൈവറായ മനോജ് വഴി 1 ലക്ഷം രൂപ അനുമതിക്ക് വേണമെന്ന് തഹസീൽദാർ ആവശ്യപ്പെട്ടതോടെയാണ് റവന്യൂ മന്ത്രിക്ക് രാധാകൃഷ്ണപിള്ള നേരിട്ട് പരാതി നൽകുന്നത്. കൈക്കൂലി നിരക്ക് നിശ്ചയിക്കുന്നതിലും പണം വാങ്ങുന്നതിലുമെല്ലാം താൽക്കാലിക ഡ്രൈവറായ മനോജിന് നിർണായക പങ്കും ഇടപെടലുമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിലെത്തിയ അണ്ടർ സെക്രട്ടറി കുമ്മിളിൽ പ്രവർത്തനമില്ലാതെ കിടക്കുന്ന ക്വാറിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് സഹായിക്കണമെന്നാവശ്യപ്പെട്ടാണ് തഹസീൽദാരെ സമീപിക്കുന്നത്. ഇതിന് പ്രകാരം കരമടച്ച രസീത് വാട്സപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. തനിക്ക് എല്ലാവരെയും സഹായിച്ച ശീലമുള്ളൂ എന്നറിയിച്ച തഹസീൽദാർ ഡ്രൈവർ മനോജ് വഴി 10 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. ഇതിൽ അജികുമാറിനായി 7 ലക്ഷം രൂപയും ഡ്രൈവർമാർക്കും ഡെപ്യൂട്ടി തഹസീൽദാറിനുമായി 2.5 ലക്ഷം രൂപയും വേണമെന്നും പറഞ്ഞിരുന്നു. കൂടാതെ വില്ലേജിലെ ജീവനക്കാർക്കും പണം വേണമെന്നും അറിയിച്ചു. ഈ ആവശ്യം അംഗീകരിച്ചതോടെ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാസം 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ തഹസീൽദാർക്ക് പടിയും വേണമെന്നായിരുന്നു മനോജിൻ്റെ ആവശ്യം. ഇതനുസരിച്ച് തഹസീൽദാരെ ബന്ധപ്പെട്ടെങ്കിലും ജൂണിൽ നേരിട്ട് കാണാൻ ആവശ്യപ്പെട്ടു. ഇതേ സമയം തന്നെ ഡ്രൈവർ വഴി പണം CCTV ഇല്ലാത്ത മനോജിൻ്റെ വീടിൻ്റെ ഭാഗത്തെത്തി നൽകണമെന്നും അറിയിച്ചു. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കാൻ ഡെപ്യൂട്ടി തഹസീൽദാരും നേരിട്ട് സ്ഥലത്തുണ്ടായിരുന്നു. ഇതിൻ്റെയെല്ലാം വീഡിയോ ഓഡിയോ ദൃശ്യങ്ങളും സംഘം റവന്യൂ വകുപ്പിന് ഹാജരാക്കി. താൽക്കാലിക ഡ്രൈവറായ മനോജിനെ പുറത്താക്കിയപ്പോൾ തഹസീൽദാർ അജികുമാർ, ഡെപ്യൂട്ടി തഹസീൽദാർ അനിൽകുമാർ, സ്ഥിരം ഡ്രൈവറായ മനോജ് എന്നിവരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. താലൂക്ക് ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ അഴിമതി നടക്കുന്നതായി വ്യാപകമായ ആരോപണമുണ്ടായെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ആരും ഇതൊന്നും ശ്രദ്ധിക്കാനുണ്ടായിരുന്നില്ല. ഇലക്ഷൻ സമയം കണക്കാക്കി നെല്ലിക്കുന്നം വെട്ടിക്കവല മേഖലയിലും കൊട്ടാരക്കര ടൗണിലെ തന്നെ കുലശേഖരനല്ലൂർ ഏലായിൽ നേരത്തെ വിവാദമായ പാടമുൾപ്പെടെ ഏക്കർ കണക്കിന് നെൽവയലുകൾ നികത്തിയെടുത്തു. ഇതിനെല്ലാം താലൂക്ക് ഓഫീസിൻ്റെ പിന്തുണയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പ്രദേശം പോലും കരഭൂമിയായി മാറി. പരാതിപ്പെടുന്നവരുടെ വിവരം ചോർത്തി നൽകുകയും നടപടിയെടുക്കാതെ മനം മടിപ്പിച്ച ആൾക്കാരെ പിന്മാറ്റുന്ന ഇടപാടുകളും റവന്യൂ സംഘത്തിൻ്റെ സ്ഥിരം പരിപാടികളായിരുന്നു.